നായികയുടെ തമാശയും വെള്ളം അടിക്കുന്ന സീനാണെങ്കിൽ പോലും എല്ലാം ഒരു കുസൃതിയോട് കൂടി എടുത്ത ഒരു സീനിയർ ജെന്റിൽമാൻ ആയ ഒരു നായകൻ ആയിട്ടാണ് ഇതിന്റെ. ഇത് ഈ രേണുസുതി വന്നത് ഒറ്റക്കാണോ വന്നത്? തീർച്ചയായും ഒറ്റയ്ക്ക് വന്നത്. അതെങ്ങനെയാണ് ചേട്ടൻ തന്നെ പറയണായിട്ട് ഞാൻ കേട്ടു. ഒറ്റക്ക് രേണുസുതി നമ്മൾ അവര് ഇതിനു മുമ്പും വന്നത് ഒറ്റയ്ക്കാ. പക്ഷെ അതിന്റെ അല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവരെല്ലാവരും അറിയും. അവര് രാത്രി 12 മണിക്കൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇതാണ് അവരുടെ സ്വഭാവം എനിക്ക് അന്നറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു. ഇവരും കൂടി തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരുന്നത് വലിയ കിട്ടല്. ഞാനപ്പോഴേക്കും എന്റെ ഡ്രൈവർ ഷൈബുനെ അയച്ചു. ആ ഷൈബു നേരത്തിന് ചെന്നു. അവരിറങ്ങുമ്പോ തന്നെ കൂട്ടിക്കൊണ്ടു പോന്നു. പക്ഷെ എനിക്ക് ഉള്ളിൽ പെട്ടെന്ന് ഞാൻ പേടിച്ചു. ഞാൻ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ ഇവര് മാത്രമാണ് വരുന്നത്, ഒറ്റയ്ക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ ഷൈബുനെ വിളിച്ചു, ഷൈബു ഒരു മാത്രമേ ഉള്ളൂ? അതെ. അപ്പൊ എന്നോട് പറഞ്ഞ മാനേജറുമായിട്ട് വരുന്ന. അപ്പൊ മാനേജർ ഒന്നും അല്ലത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെ ഞാൻ ഫോൺ ചെയ്ത സമയത്ത് അവർ വായ തോന്നിയൊക്കെയാണ് പറയുന്നത്. സ്ത്രീയാണ്. സ്ത്രീയാ. അതൊക്കെ വായ തോന്നിയ എനിക്ക് ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് തോന്നുന്നത് ഇവർക്കൊക്കെ. ചിലപ്പോൾ അവരൊക്കെ കണ്ടതും കേട്ടതും ജീവിതത്തിൽ ഒരുപാട് ഈ അനുഭവങ്ങൾ വന്ന് ഔട്ടടിച്ച് പോയിണ്ടാവും. അതെ. ഇവർ അന്ന് രാത്രിയാണ് വരുന്നത്. ഈവനിങ് പൊലച്ചക്ക്. അതായത് 5 മണിയോട് കൂടി നമ്മൾ ഷൂട്ട് പറഞ്ഞ ദിവസം അല്ല വരുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം അവരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് മുടക്കിയിട്ടാണ് വരുന്നത്. ആ ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നാണ് മുടക്കിയത്. പക്ഷെ 5000 ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, എന്റെ ഒരു സുഹൃത്താണ്. ഞാൻ അവരെ വെച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സുഹൃത്തുക്കളെ വെച്ചിട്ടാണ് ഇവരോടൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. കാരണം അവർ സ്ത്രീകളാണ്. സ്ത്രീകളോട് വിളിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ അവരാണ് ഏറ്റവും ബെറ്റർ. അവര് മിതമായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചോളും, സംസാരിച്ചോളും. അതുകൊണ്ട് ഞാൻ അവരെയാണ് ഏൽപ്പിക്കാറ്. അതെന്റെ സുഹൃത്തുക്കളാണ്, എനിക്ക് റിലേഷനിൽ പെട്ട ആളുകളാണ്, എന്റെ കസിൻസ് ആണ്. അത് വേറെ ഒരുപാട് കാര്യങ്ങളാണ്. അത് പിന്നെ പ്രശ്നമല്ലല്ലോ. അവര് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളാണ്. അവരെ വിറപ്പിച്ച അവർ വിറയ്ക്കൂല. കാരണം എന്നെ കണ്ട് ശീലിച്ചവരവര്. ഒരു രാവിലെ ഷൂട്ടിന് വന്നതിന് ശേഷം എത്ര മണിക്കാ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തേ? അവര് പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അതുവരെ കിടന്നുറങ്ങി. അങ്ങനെ നടക്കും. അല്ല, അതുവരെ അവരവിടെ കോസ്റ്റ്യൂം നോക്കിയിട്ട് എന്റെ വൈഫും അവരും കൂടിയിട്ട്. ചേട്ടന്റെ വൈഫ് ഓൾറെഡി ഉണ്ട്. വീട്ടിലാ വരുന്നത്. ഒരുമിച്ച് നടന്നു പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച്. ഞാൻ പിന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുക്കല്ല. ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിരുന്നു ഇപ്രാവശ്യം ബാത്റൂമിൽ പോകുന്ന വീഡിയോ ഒഴികെ ബാക്കി എല്ലാ വീഡിയോസും എടുത്തോളണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ മേക്കിംഗ് വീഡിയോസ് ഇടാനാണ്. ഇവര് തുമ്മിയതും ചീറ്റിയതും മുഖം കഴുകിയതും തല ചൊറിഞ്ഞതും ഒക്കെ അതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് എനിക്കും ജീവിച്ചു പോണ്ടേ. ജീവിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കില്ല ആളുകൾ. നീ ഈ പാട്ടുകൾ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? വെറുതെ തിരിഞ്ഞു നിന്നും ഇളിച്ചു കാട്ടിയും ഇവിടെ ഓരോരുത്തർ പൈസ വാങ്ങുന്നില്ലേ എന്നോട് ചോദിക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും നമുക്ക് ഒരു പാഷനോട് നമ്മൾ ചെയ്തിട്ട് എന്താ കാര്യം? ആരും അറിയുന്നില്ലല്ലോ. ഒരു +2 ഒക്കെ എത്തിയപ്പോഴും കല്യാണ പരിപാടി, സ്റ്റേജ് പരിപാടികൾ നിനക്ക് അറിയാവുന്ന കാര്യം. ഇതുപോലെ രാത്രി ഉറക്കമൊഴിച്ചും ഫ്രീ ആയിട്ടും അവരെ സന്തോഷം കണ്ടിട്ടും 2 കയ്യടിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി പാടി നടന്നിട്ടുള്ള. നമുക്കൊരു ഫ്രഷ് പാട്ട് കിട്ടില്ല എന്നുള്ള ബോധ്യത്തിന്റെ മുകളിലാണ് നമ്മൾ തന്നെ ഒരു പാട്ട് ചെയ്യേണ്ടി വരുന്നത്. അത് ചെയ്യുമ്പോ അത് കേൾക്കാൻ ആളില്ലാണ്ടാവുമ്പോ നമ്മൾ അതിന് വിഷ്വൽ ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ട്രെൻഡ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മള് മാറുകയാണ്. നമ്മൾ ഒരുപാട് പണം എടുത്തിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാണ്. അപ്പൊ ഇത് അന്ന് എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് അന്ന് ഉച്ചക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. മറ്റേ മുക്കത്ത് ഒരു ഐസ്ക്രീം പാർലറിൽ വെച്ചായിരുന്നു ഷൂട്ട്. തലേദിവസം ജസ്റ്റ് അവനോട് ചോദിച്ചപ്പോൾ അവൻ ഓക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ സ്ഥലമാക്കിയതാണ്. നല്ല പെരുമാറ്റമായിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു, എല്ലായിരുന്നു. സാധാരണ ഞങ്ങള് ഒരു ഈ ലൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല ആൽബം. ആരും അങ്ങനെയല്ല ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ആൽബം ഞങ്ങൾ ക്രൂ ലൈറ്റിംഗ് കോഴിക്കോട് നിന്ന് വരുത്തിച്ചാണ്. 4 ലൈറ്റ് വെച്ചിട്ട് അതിന്റെ എല്ലാ സംഭവ സാഹചര്യങ്ങളും വെച്ച്, പിന്നെ റൂമിലേക്ക് വേണ്ട എന്താ പറയാ പുക വരുന്നതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് അവർ ക്രൂവിനെ വിളിച്ചതാണ്. 1800 രൂപ കൂലിയാണ്. അത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കണക്ട് ചെയ്യുന്ന ആൾക്ക് ആളടക്കാണ് നമ്മൾ വിളിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ അതിന്റെ പുറമെ 2 പേരെ അവര് ബസ്സോടൊക്കെ വരേണ്ട സാധനം നമ്മൾ ഇന്നോവ അയച്ചിട്ട് 2 ട്രിപ്പായിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത്. അവർ ആ ക്രൂ ബസ്സോടൊക്കെ പോകുന്നതാണ്. നമുക്ക് എല്ലാം വേണ്ടാനും. അപ്പൊ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അത്രയും ക്ലാരിറ്റി കിട്ടും. അത്രയും ലൈറ്റ് ഒക്കെ വെച്ച് അത്രയും മേക്കപ്പ് ചെയ്താൽ അതിന്റെ ഒരു ഭംഗി കിട്ടും. അതിന്റെ മുഖം ഒന്ന് മാറ്റി കിട്ടണ്ടേ. തിരികെ രണ്ടൊന്ന് ചുളിക്കുന്നതോട് കൂടി ഫുൾ ബോറായി പോകും. അപ്പൊ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ് അത് ഒഴിവാക്കിയതാണ്. അപ്പൊ അതൊരു അവരുടെ ഒരു ഇതിടുന്നതാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവരെ മുഴുവൻ വിളിച്ചു വരുത്തിയതിന്റെ നഷ്ടം കാര്യങ്ങൾ. കാരണം അങ്ങനെ ഒരു ആൽബം ചെയ്യലില്ല. ഏറ്റവും ഭംഗിയാക്കി ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് മുഴുവൻ നമ്മൾ ചെയ്യുന്നത്.
ചെയ്തിട്ടില്ല. അതൊന്നും അവരറിയുന്നില്ല. അത്രയും എമൗണ്ട് അതിന്റെ പുറകിൽ. അത് എന്റെ ഒന്നും വിഷയം അവർക്ക് അറിയില്ല ഇതൊക്കെ എന്താന്ന്. എന്നിട്ട് അത് ആ ഷൂട്ട് മുക്കത്തുനിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അത് ഞങ്ങൾ എങ്ങനെയോ അവിടെ നിന്ന് എടുത്തു. ഈ ലൈറ്റിംഗ് ഒക്കെ പുറത്തുനിന്നൊക്കെയാണ് വെച്ചത്. പുറത്ത് വെച്ച് ഞങ്ങൾ ക്യാമറ വെക്കുന്നതിന്റെ ഉള്ളിൽ വന്നിട്ട് ഈ 7 പേര് മൊബൈൽ പിടിക്കുകയാണ്. 7 പേര് റീൽസ് യൂട്യൂബർമാർ. ഈ 7 മണിയനീച്ചകളാണ് ഇവരുടെ പുറകെ നടക്കുന്ന. ഈ 7 മണിയനീച്ചകളാണ് ഇതിന്റെ ഒക്കെ ഫാൾട്ട്. പിന്നെ ഈ രേണു പറയുന്ന കേട്ടു ഇവരില്ലായിരുന്നെങ്കിൽ എന്നെ ചിലപ്പോ നേരെ തിരിച്ചു ചിന്തിച്ചാൽ മതി. ഇവളുള്ളത് കൊണ്ടാണ് ആ 7 എണ്ണവും നടന്ന് വീട്ടിൽ പോയത്. അത്രയ്ക്കാണ് അവരെന്നെ ബുദ്ധിമുട്ടിച്ചത്. അവരാണ് എന്നെ ബുദ്ധിമുട്ടിച്ചത്. ഇവര് വെറും കോമാളി. ഇവരെ കുടുക്കിയതും അവര്, ഇവരെ പ്രോജക്റ്റ് തെറിപ്പിച്ചതും അവര്, എന്നിട്ട് ഇവരിപ്പോഴത്തെ കരച്ചിലെടുക്കുന്നതും അവര്. അവര് കൂടെ തന്നെ ഉണ്ട്. രേണുസുദ്ദീന്റെ കൂടെ തന്നെ ഇനി അവരെ ഉണ്ടാവും. അവരൊഴിയുന്നതോട് കൂടി ഇത് തീരും. യൂട്യൂബർമാര് കൂടെ ഇങ്ങനെ അവര് കറക്റ്റ് ഉണ്ടാവും. അവള് പറഞ്ഞ നമ്പറുകൾ, അവള് തന്ന നമ്പറുകൾ സ്പെഷ്യലായിട്ട് വിളിക്കാൻ പറഞ്ഞു. ചേട്ടൻ വിളിച്ചതാണ് അവരെ. ഞാൻ വിളിച്ചു ഡേറ്റും കൊടുത്തു. ചേട്ടൻ വിചാരിച്ചിട്ടില്ല ഷൂട്ടിന്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരെ, അതായത് ഈ സ്റ്റോറിക്ക് വേണ്ട വീഡിയോകളുടെ ഇടയിൽ കൂടെ ഒരു വീഡിയോ എടുക്കുന്നു ചേട്ടൻ വിചാരിച്ചു. കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനല്ലേ, ആരും എടുക്കുവോ? ഈ കഥന്റെ ഇടയിലുള്ള വീഡിയോ എടുത്തു എന്നുള്ളത് അല്ലെ. ഞാന് മുത്തേ ഒരു 8 സെക്കൻഡിലേക്കുള്ള സാധനമാണ് അവിടെ എടുക്കുന്നത്. ആ 8 സെക്കൻഡിലേക്കുള്ള സാധനം എടുത്തപ്പോ ഒരുത്തൻ, അതിലൊരു താടി വെച്ച ഒരുത്തനുണ്ട്. അവനൊക്കെ 10-45 വയസ്സുണ്ട്. അവനൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ ഞാൻ ആലോചിക്കുന്നത് ഈ പരിപാടി ചെയ്യാതെ. അവൻ 21 റീൽസ് ആണ് ഇട്ടത്. 21 റീൽസ്. 8 സെക്കൻഡ് വീഡിയോ ഞാൻ എടുത്തപ്പോഴേക്കും 21 റീൽസ് അവൻ ഇടാന്ന് പറഞ്ഞാൽ അവൻ എന്താണ് അവൻ ചെയ്തത്? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ കഥക്ക് എന്ത് കാര്യം ഉണ്ടാവുക? അതൊക്കെ കാര്യമോ? ഈ എങ്ങനെ എത്ര വൾഗാരിറ്റി ക്യാമറ വെക്കാന്നുള്ള ഇവർ ഈ കമന്ന് കിടന്ന് നീന്തിയിട്ടാണോ അതൊക്കെ പ്രാക്ടീസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. വൾഗറായിട്ടുള്ള വീഡിയോ എങ്ങനെയാണ് ഈ ക്യാമറ എടുക്കാൻ പറ്റും? ഒരാൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെ അടിയിലേക്ക് എങ്ങനെ ക്യാമറ വെക്കാൻ പറ്റുന്നത്? അപ്പൊ അവൻ കമന്ന് കിടക്കണ്ടേ? ആ രീതിയില ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ കമന്ന് കിടക്കുമ്പോൾ എണീറ്റ് പോകാനെങ്കിലും പറയില്ലേ ഒരു നായിക? അത് പറയാതെ ഇവരും രേണുസുദ്ദീ പറയുന്നില്ല. എന്തൊരു വിരോധാഭാസം. ആ രീതിയിലാണ് കാര്യങ്ങൾ. ഞാൻ ആലോചിച്ച് നോക്കി, എനിക്ക് എന്റെ ഒരു 2 കുടുക്കഴിഞ്ഞെടുക്കുക, ഒരു സിബ്ബ കൂരി കിടക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അതെ, തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ള കാര്യമാണ്. എങ്ങനെ ആണുങ്ങൾക്ക് കുറച്ചുകൂടി പ്രശ്നമാണ്. അതെങ്ങനെയാണത്? ചില സ്ത്രീകള് അത് തീരെ മൈൻഡ് വെക്കാതെ ഭയങ്കര സോഷ്യൽ മീഡിയ കുറച്ചും കൂടി ശരിക്കും പെട്ടുപോയി. അവരെ വിളിച്ച് പിന്നെ അത് മുക്കത്തുനിന്ന് ഷൂട്ട് കഴിഞ്ഞു. ഇവരെത്തി കഴിഞ്ഞ് രാവിലെ ഒരു 5 മണി 6 മണി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ തയ്ച്ചൊക്കെ ആകുമ്പോ പിന്നെ വരുന്നത് ഈ യൂട്യൂബർമാരെ കോളാണ്. പിന്നെ എനിക്ക് നിൽക്കാൻ നേരല്ല ഇവരുടെ കോള്. ഇവർക്ക് എവിടെ ഞാൻ താമസം അറേഞ്ച് ചെയ്തു. അവർക്ക് കുളിക്കാൻ സൗകര്യം വേണം, ബാത്റൂമിൽ പോകാൻ സൗകര്യം വേണം, പല്ല് തേക്കാൻ ഉമിക്കിരി വേണം, ഇതൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. അപ്പൊ അതൊക്കെ ചേട്ടൻ സെറ്റ് ആക്കി കൊടുത്തത്. ഞാൻ പിന്നെ ഞാൻ റിസോർട്ടിലേക്ക് വിളിക്കുക. റിസോർട്ടിൽ എനിക്ക് ഷൂട്ട് 6 മണിക്കാണ് വൈകുന്നേരം. രാവിലെ വന്നു. ഇതിന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ രേണുസുദ്ദീ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ അതിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പേയ്മെന്റ് കൊടുത്ത് വിളിക്കുമ്പോൾ യൂട്യൂബർമാർക്കുള്ള അവരെ എന്താ പറയാ അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 17 പേർക്കുള്ള മന്തി, 17 പേർക്കുള്ള ഫുഡിന് എമൗണ്ട് കൂട്ടിക്കോ. അതെ, ഫുഡിന്റെ കാര്യം പറയല്ല, അതിന്റെ എമൗണ്ട് പറഞ്ഞു. അത്രയും ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത്രയും ട്രീറ്റ് ചെയ്തിട്ട് അവിടെ ഇവരെ തൊട്ടപ്പുറത്ത് തന്നെ അവർക്ക് റൂം വേണം. തൊട്ടപ്പുറത്ത് റൂം ഇതൊന്നും ആദ്യം നമ്മൾ പറഞ്ഞിട്ടില്ല. 5 രൂപേന്റെ AC റൂം. ഞങ്ങൾ എങ്ങനത്തെ റൂമാണോ ഷൂട്ട് ചെയ്യുന്നത് അതുപോലത്തെ റൂം അവർക്ക് കൊടുത്തു. 2 മിറർ വ്യത്യാസമേ ഉള്ളൂ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. റൂം സെയിം റൂം അതാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. യൂട്യൂബർമാർക്കുള്ള തൊട്ടടുത്ത് തന്നെ. അവരെ ചാനലല്ലേ വിടുക, അല്ലാതെ അതിനെ കൊണ്ട് എന്തെങ്കിലും ചേട്ടന് ബെനിഫിറ്റ് ഉണ്ടോ? ചേട്ടന്റെ ചാനലിന്റെ പേര് പറയുക, അതാണ് ഈ വിഷയത്തിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്. ചേട്ടന്റെ പേര് പറയുകയോ അല്ലെ ചേട്ടനെ എന്ന വ്യക്തിനെ പറയുകയോ ചേട്ടൻ എന്തെങ്കിലും അതിനെന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ? ഈ യൂട്യൂബർമാരെ നമ്മൾ തീറ്റി അവർക്ക് റിസോർട്ടാണ് എടുത്തു കൊടുക്കുന്നത്. നോർമലി ഒരു റൂമല്ല, കക്കാടംപൊയിൽ പോലുള്ള സ്ഥലങ്ങളിൽ ഒരു റിസോർട്ട് എടുത്ത് കൊടുക്കാനുള്ള അതിന്റെ എമൗണ്ട്, അവർക്കുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റായി കൊടുക്കണം. ഈ 7 ആളുകൾക്കും എത്ര റൂം എടുത്തു കൊടുത്തിട്ടുണ്ട്? അവർക്ക് ഏകദേശം 8 പേർക്ക് കൂടിയിട്ട് 5000 രൂപേന്റെ ഒരു വില്ല പോലെയാണ്. 2 റൂമും 2 ബാത്റൂമും ഹാളും ഒക്കെ ആയിട്ടുള്ള ഒരു വില്ല പോലെ. ഏകദേശം ഒരു 10 റുപ്യന്റെ മേലെ എമൗണ്ട് അവർക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. എന്നിട്ട് ചേട്ടന്റെ എന്തെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ചേട്ടന് അതിൽ അപ്ലോഡ് ചെയ്യാനാണല്ലോ ഈ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ യൂട്യൂബ് മെൻഷൻ ചെയ്യേ ചേട്ടൻ എന്തെങ്കിലും ഒരു ഹൈപ്പ് അതിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാന് ഇവരെ മുക്കത്തുനിന്ന്
കക്കാടംപൊയിൽ റിസോർട്ടിലേക്ക് വിട്ടതിന് ശേഷം ഇവളോട് അഭിനയിക്കുന്നത് ഞാനാണല്ലോ. അപ്പൊ അത്യാവശ്യം പമ്പ് ചെയ്ത് മസിൽസ് ഒക്കെ ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ബോഡി വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യേണ്ടത്. പൂളിൽ എനിക്ക് ഷർട്ട് ഇല്ലാത്ത സീൻ വരികയാണ്, എനിക്ക് ഷർട്ട് തീരെ ഇല്ലാത്തൊരു സീൻ വരികയാണ് പൂളിൽ. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം ബോഡി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ താഴത്ത് തൊട്ട് താഴത്ത് വന്ന് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രേണു എന്ത് ചെയ്തു, ചായ പോലും കുടിക്കാതെ, ചായ അവിടെ കിട്ടില്ല, റിസോർട്ടിൽ കിട്ടില്ല, പുറത്തുനിന്ന് വരുത്തണം. അവര് പറഞ്ഞു ഒരു തുള്ളി വെള്ളം പോലും തന്നിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റിസോർട്ടിൽ കിട്ടില്ല, പുറത്തേക്ക് കിട്ടും. അപ്പൊ പുറത്തേക്ക് വിളിച്ചിട്ട് പറയാൻ നോക്കുമ്പോഴേക്കും വൈകും. അപ്പൊ എന്ത് ചെയ്തു, ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ സാക്ഷയ കാര്യങ്ങൾ പഞ്ചസാര ഒക്കെ ഈ റിസോർട്ടുകാർ കൊണ്ടുകൊടുത്തു. അത് വെച്ച് എൻ്റെ വൈഫ് അവിടുന്ന് ഒരു കാപ്പി ഉണ്ടാക്കി അവരെ കുറെ വിളിച്ചു. ആ സമയത്താണ് നിങ്ങൾ ഈ കാണുന്ന അവള് എന്താ പറയാ 600 രൂപേന്റെ ചെരുപ്പ് സീസോന്റെ മുകളില് ഇവര് കിടന്ന് വീഡിയോ എടുക്കുന്നത്. അവിടെ കിടന്ന് ആറാട്ടായിരുന്നു. സ്പെഷ്യലായിട്ട് വിളിക്കാൻ പറഞ്ഞ ഒരുത്തുണ്ട്, അവനുമായിട്ടായിരുന്നു ഫുൾ ആറാട്ട്. നമ്മള് സ്വാഭാവികമായിട്ട് കണ്ടു, പിള്ളേര് കൂട്ടുകാര്. പിന്നെന്താ പറയാ, ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന തന്ത്രമായിട്ട് ഞാൻ അതിനെ കണ്ടു. കഷ്ടം പോട്ടെ, എന്തെങ്കിലും ഒരു സുഖം അവർക്കും വേണ്ടേ എന്ന് വിചാരിച്ചു. നമ്മളത് ഇടപെടലല്ലോ, ഇതിനൊന്നും കാവൽ നിൽക്കലല്ലോ നമ്മുടെ ജോലി. അതുകൊണ്ട് ഞാനത് വിട്ടു. ഞാൻ അവിടെ ഇല്ല, പക്ഷെ ഞാൻ ആ വിവരങ്ങൾ അറിയുന്നുണ്ട്, അവരവിടെ അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ വാങ്ങാൻ എന്നോട് കുറച്ച് സാധനങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, മദ്യം സിഗരറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇവർക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പരിപാടിയൊക്കെ കൊടുത്തതിന് ശേഷം ഇവർക്ക് മദ്യം വേണം. അവർക്ക് വേണ്ട, രേണുവിന് വേണം. രേണു എന്നെ വിളിച്ചിട്ട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ അടിക്കും, സൗദിയിൽ പോകുന്ന സമയത്ത് ഞാൻ നല്ലോണം കഴിക്കും, ഞാൻ മാജിക് മൂമെന്റ്സ് മാത്രമേ കഴിക്കൂ, ബാക്കിയൊക്കെ കഴിച്ച് ശീലമായതിനു ശേഷം തിരഞ്ഞെടുത്തായിരിക്കും സെലക്ഷൻ. നല്ല സെലക്ഷനാണ്. രേണു മദ്യപിക്കും, മാജിക് മൂമെന്റ്സ് മാത്രമേ കഴിക്കൂ. പിന്നെ സിഗരറ്റ് ഞാൻ നല്ലോണം വലിക്കായിരുന്നു. എനിക്ക് മദ്യം വലിയ കുഴപ്പമില്ല, സിഗരറ്റ് നിർത്താൻ പറ്റുന്നില്ല. കാരണം ജിമ്മിൽ പോകുന്ന സമയത്ത് സിഗരറ്റ് മസ്റ്റായിട്ട് നിർത്താൻ ചേച്ചി എന്ന് പറഞ്ഞു, ട്രെയിനർ ആയിരിക്കും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അറേഞ്ച് ചെയ്തോളാം, ഷൂട്ടിന് ശേഷമേ പറ്റൂ. അപ്പൊ എന്നോട് ഇങ്ങോട്ടും പറഞ്ഞു, ഷൂട്ടിന് ശേഷമേ ഉള്ളൂ ചേട്ടാ, ഷൂട്ടിന് ശേഷം കംഫർട്ടായിട്ട് ഇരുത്തുക എന്നേ ഉള്ളൂ, അവര് കഴിക്കുന്നതാണ്. വലിയ കുഴപ്പം, ആ വിഷയങ്ങളൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്നു. അത് മുക്കത്ത് നിന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ മുക്കത്ത് അതിന്റെ ക്യാമറ ഉണ്ടാവും. അതിന്റെ മുക്കത്തുള്ള അത് ഞാൻ എടുത്തിട്ടില്ല. ആ സാധനം മുക്കത്ത് ഐസ്ക്രീം പാർലറിന്റെ തൊട്ട് മുകളിൽ ആ സൈഡിലൊക്കെ കിടക്കുന്ന ക്യാമറയ്ക്ക് എല്ലാം ക്യാമറയിലുണ്ടാവും. പിന്നെ അവൾ എടുത്തതിലുണ്ട്. പിന്നെ എന്റെ കൂടെ തന്നെ ഇത് മുഴുവൻ എടുക്കാൻ ക്യാമറ വെച്ചിട്ട് ഒരുത്തനുണ്ടായിരുന്നു, ഒരു ചെക്കൻ. അവർ വിചാരിച്ചു അവരുടെ കൂടെ ഉള്ള ഏതോ യൂട്യൂബറാണ്. അതല്ലായിരുന്നു. ഞാനിത് മേക്കിംഗ് വീഡിയോ, ഇത് വർക്ക് ചെയ്യുന്ന ആളുകൾ കാണുന്നത് ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ ചെയ്യാൻ അവർക്കൊരു സബ്ബായിട്ടൊരു ക്യാമറ, അവർക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, എങ്ങനെ ചെയ്യുന്നു എന്നൊന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേക്കിംഗ് വീഡിയോ വെക്കാന്ന് വെച്ചത്. അതിനെടുക്കുന്ന അപ്പൊ അവിടെ നിന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ജിമ്മിലേക്ക് വന്നപ്പോ കുറച്ച് തെർമോക്കോൾ, ഈ ലൈറ്റിങ്ങിന്റെ ക്രൂവിന്റെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ച് മറന്നുപോയി മുക്കത്ത് അവിടെ. അപ്പൊ അത് എടുക്കാൻ അവർ ഒരു ഓട്ടോറിക്ഷയിൽ ജിമ്മിൽ എത്തിച്ചു. എന്നൊക്കെ 400-500 രൂപ വിളിച്ചാണ് മുഖത്ത് ഓട്ടോറിക്ഷയിൽ ആ സാധനം എത്തിച്ചിട്ട് ആ മോളിൽ നിന്ന് ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് വരുത്തിയിട്ട് ഈ സാധനം മുഴുവൻ കേട്ടുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, തിരുവമ്പാടി ബീവറേജിൽ പോയിട്ട് സാധനം വാങ്ങുക, സെറ്റ് വാങ്ങുക. ഞാനിത് 8-9 വർഷമായിട്ട് മദ്യം നിർത്തിയതാണെന്ന് അവനും അറിയാം. അപ്പൊ അപ്പോഴാണ് എന്നോട് എടുത്തു വയ്ക്കുന്ന ആർക്കാണ്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു അവക്കാണ്. അപ്പൊ അവനൊരു ചിരിയും ചിരിച്ച് അവൻ എടുത്തു വയ്ക്കാൻ എന്നോട് പറഞ്ഞു, നിന്റെ ഒരു ഗതികേട്.